ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം 80s ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് വെളിയിൽ നിന്ന് പേടയൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിലും ഇതുപോലൊരു സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. എങ്കിലും നമുക്കൊരു സമാധാനമാണ്. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ അമ്മമാർക്കൊരു സമാധാനമല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് കുഞ്ഞുങ്ങളുടെ ബ്രെയിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. എൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബംഗാൾ ഗ്രാം ഉണ്ടല്ലോ, പൊട്ടുകടല, അതാണ് എടുത്തേക്കുന്നത്. നല്ല ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ നല്ല കടലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പൊട്ടുകടല നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഒരു തരി പോലും ഇല്ലാതെ നല്ല രീതിയിൽ അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഇതിനാവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഏലക്കയും കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ ആ മിക്സിനകത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ നേരത്തെ കടലയുടെ കൂടെ അരയ്ക്കുവാണെങ്കിൽ പഞ്ചസാര അധികം പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അത് അരച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് അരച്ച് അപ്പം നന്നായിട്ട് നല്ലൊരു പൊടി പോലെ നല്ല രീതിയിൽ കിട്ടും. അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചൂടാറാൻ മാറ്റി വെച്ച നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് കുറേശ്ശെയായിട്ട് ആ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ ചൂടോടെ ഒഴിക്കൽ കൈ പൊള്ളും. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ആ നെയ്യൊക്കെ ആ കടലയുടെ പൊടിയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അളവ് മനസ്സിലാവും. അന്നേരം കുഴയ്ക്കാതെ ഒരുപാട് കുഴഞ്ഞു പോകരുത്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പം ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന പോലെ ഒരു പരുവമുണ്ട്. അതാണ് ഇതിൻ്റെ പരുവം. കറക്റ്റ് പരുവം എന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുള ഉരുട്ടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരത്തില്ല. ഇങ്ങനെ ഉരുള ഉരുട്ടുമ്പോൾ ഇങ്ങനെ പോവാതെ അങ്ങനെ നിൽക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു പരുവം. എന്നിട്ട് നമ്മളൊരു ട്രേയിലായിട്ട് കുറച്ച് നെയ്യ് സൈഡിലൊന്ന് തേച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇളകി വരാൻ ഇച്ചിരി പാടായിരിക്കും. അതിനുശേഷം ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് സ്പൂണ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല രീതിയിൽ നല്ല കട്ടിക്ക് ആ ട്രേയിൽ തന്നെ ഇങ്ങനെ കട്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ നമ്മളൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം ഒരു 1-2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് പാലോ പാൽപ്പൊടിയോ വേറെ ഒന്നുമില്ല. ഈ കടലയും പഞ്ചസാരയും നെയ്യും മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പംകിൻ സീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും നല്ല ഹെൽത്തിയാണ്. നട്ട്സൊക്കെ കഴിക്കാതെ കുട്ടികളുണ്ടെങ്കിൽ എല്ലാ നട്ട്സും കൂടെ ഈ കടലയുടെ കൂടെ വറുത്തിട്ട് പൊടിച്ച് ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് അവർ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട്